Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ പിസ്സ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ബ്രാൻഡ് ഏതാണ്? അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അത് ഡൊമിനോസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പിസ്സ കഴിക്കുന്നത് ഡൊമിനോസിൽ നിന്നാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ നമ്മൾ പലരും ഫസ്റ്റ് പിസ്സ കഴിച്ചേക്കുന്നത് ഡൊമിനോസിൽ നിന്നായിരിക്കും. അപ്പോൾ ഡൊമിനോസ് എന്ന് പറയുന്ന ഒരു വെൽ നോൺ പിസ്സ ബ്രാൻഡ് മാത്രമല്ല, ബട്ട് ലീഡിംഗ് ഗ്ലോബൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡും കൂടിയാണ്. അപ്പം എന്താണ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ QSR എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഓഫർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിനെയാണ് നമ്മൾ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡൊമിനോസ് പിസ്സ, KFC, മെക്ഡൊണാൾഡ്സ്, കഫേ കോഫി ഡേ, പിസ്സ ഹട്ട്, ബർഗർ കിങ്, സ്റ്റാർബക്സ്, സബ്വേ, ഇതൊക്കെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരുപാട് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഡൊമിനോസ് എങ്ങനെയാണ് ഒരു നീഷ് ഉണ്ടാക്കിയത്, അറ്റ് ദ സെയിം ടൈം ഇന്ത്യ പോലത്തെ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അവർ ഒരു ലീഡിങ് പിസ്സ പ്ലെയർ ആയത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്നൊരു ചാനൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ടൈം കളയാതെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഡൊമിനോസിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 60 വർഷം നമ്മൾ പുറകോട്ടേക്ക് പോവാണ്, അതായത് 1960 അപ്പം 1960 ടോം മോൻഹാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെയിംസും കൂടിയിട്ട് ഒരു കമ്പനി അക്വയർ ചെയ്തു. അപ്പോൾ ഡൊമിനിക്സ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ അതൊരു കമ്പനിയല്ല, ചെറിയൊരു പിസ്സ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ ഡൊമിനിക് ഡെവറട്ടി ആയിരുന്നു. അപ്പം ഈ ഒരു ഡീലിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ടോം ഒരു $500 ഡൗൺ പേയ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇൻ അഡീഷൻ $900 കൂടി ബോറോ ചെയ്തു ക്യാഷ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ടോമിൻ്റെ ബ്രദർ ജെയിംസ് ഒരു പോസ്റ്റ്മാൻ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ഔട്ട്ലെറ്റ് എടുത്ത് ഒരു 8 മാസത്തിനുള്ളിൽ അത് അവരുടെ ബിസിനസ് ഓണറിന് തിരിച്ചു കൊടുത്തു. ഇൻ റിട്ടേൺ അവരൊരു വോൾക്സ് വാഗൺ ബീറ്റിലെടുത്തു. അപ്പം ഇതായിരുന്നു 2 പേരും പിസ്സ ഡെലിവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഓണർഷിപ്പ് ഈ ഒരു വോൾക്സ് വാഗണിൽ അവർ ഹോണർ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞതൊരു ഫണ്ണി ഇൻസിഡൻ്റ് ആണ്. കാരണം നമുക്കിപ്പം ഗെസ് ചെയ്യാവുന്നേ ഉള്ളൂ അവർ എത്രത്തോളം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നീട് എന്നുള്ളത്. അങ്ങനെ ഒരു 1965 ആയപ്പോൾ ടോം മോൻഹാൻ 2 പിസ്സ ഔട്ട്ലെറ്റും കൂടി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ 2 ഔട്ട്ലെറ്റും സെയിം ബ്രാൻഡ് നെയിമിൽ റൺ ചെയ്യണം എന്ന് അവർ ആഗ്രഹിച്ചു. ബട്ട് നമ്മുടെ ഒറിജിനൽ ഓണർ ഡൊമിനിക്ക് ഇത് റിഫ്യൂസ് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു എംപ്ലോയി ജിം കെനഡി ഡൊമിനോസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ 1965 ഡൊമിനിക്സ് എന്നുള്ള പേര് ഒഫീഷ്യലി ഡൊമിനോസിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പം 1965 കമ്പനിയുടെ ലോഗോയിൽ 3 ഡോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരുടെ 3 ഔട്ട്ലെറ്റ്സിനെ ആയിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റോറിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അവരുടെ ലോഗോയിൽ ഡോട്ട്സ് ആഡ് ചെയ്യാം എന്നാണ് അവർ പ്ലാൻ ചെയ്തത്. ബട്ട് ഡൊമിനോസിൻ്റെ സ്റ്റോഴ്സൊക്കെ പെട്ടെന്ന് വളർന്നു തുടങ്ങി. അങ്ങനെ അവരുടെ ലോഗോയിൻ്റെ ഐഡിയ വർക്ക് ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഡൊമിനോസിൻ്റെ ലോഗോയിൽ നിങ്ങൾക്ക് 3 ഡോട്ട്സ് തന്നെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഡൊമിനോസിൻ്റെ വളർച്ചയെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡൊമിനോസ് എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്തിൻ്റെ ഒരു ഹെൽപ്പോടെയാണ് ഇവർ ഗ്ലോബലി അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിൽ ബിഗ്ഗസ്റ്റ് പിസ്സ പ്ലെയർ ആയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഡൊമിനോസിൻ്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് jubilant foodworks ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ഈ ഒരു കമ്പനി ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺസ് നൽകിയിട്ടുള്ള കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ jubilant foodworksൻ്റെ സ്റ്റോക്ക് ചാർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് 10 to 12 ഇയേഴ്സിൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര വെൽത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫിനാൻഷ്യലി 21 to 22 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ റവന്യൂ വരുന്നത് അറൗണ്ട് ഒരു 4331 കോടിയാണ്. അപ്പോൾ ഈ 4331 കോടി എന്ന് പറയുന്നത് ദേവാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് അതുപോലെ തന്നെ സഫേർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കമ്പൈൻഡ് റവന്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, അതായത് ബോത്ത് ദേവാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് അതുപോലെ തന്നെ സഫേർ ഫുഡ്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആണ് കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് ഫ്രാഞ്ചൈസീസ് ഓൺ ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ് KFC, പിസ്സ ഹട്ട് ഒക്കെ. ഇന്ത്യയിൽ ഡൊമിനോസ് ഫസ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് ഡൽഹിയിലാണ്, അതും 1996. അപ്പോൾ 30th June 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ 26 വർഷമായി. അതായത് ഇന്ത്യയിൽ വന്നിട്ട് 26 വർഷമായി.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് 349 സിറ്റീസിലായിട്ട് 1625 സ്റ്റോഴ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പിസ്സ ഹട്ട് സ്റ്റോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ 2.5 ഇരട്ടി കൂടുതലാണ്. പക്ഷേ ഇന്ത്യയിലെ ഡൊമിനോസിൻ്റെ ജേർണി അത്ര ഈസി ഒന്നും ആയിരുന്നില്ല. കാരണം ഡൊമിനോസ് ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് 1996 പിസ്സ ഇന്ത്യയിൽ അത്ര പോപ്പുലർ ഒന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം വരുന്നത് 14,000 രൂപയായിരുന്നു. അപ്പം ഇന്ത്യയിലെ മിക്ക ആൾക്കാരുടെയും സ്പെൻഡിങ് പവർ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്സ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എക്സ്പെൻസീവ് ഫുഡ് ഐറ്റം ആയിരുന്നു. പക്ഷേ ഡൊമിനോസ് ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിസ്സ ഒരു ലക്ഷറി ഫുഡ് ഐറ്റം അല്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡൊമിനോസ് ഇത് സാധിച്ചെടുത്തതെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ പേഴ്സണലൈസ്ഡ് മെനു ആണ്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള സക്സസ്ഫുൾ ഫോറിൻ കമ്പനീസ് അല്ലെങ്കിൽ $1 ബില്യൺ കമ്പനീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നിർത്തി അവർ പോയിട്ടുണ്ട്. അപ്പം ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സിനൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പെൻഡിങ് ഹാബിറ്റ്സും ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡൊമിനോസിന് ഇത് മുന്നേ തന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കസ്റ്റമൈസ്ഡ് പിസ്സ ഫ്ലേവേഴ്സ്, പിസ്സ ടോപ്പിങ്സ്, അതുപോലെ തന്നെ സോസൊക്കെ ഇന്ത്യൻസിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൊമിനോസിൽ ഇന്ത്യൻ ടേസ്റ്റ് അനുസരിച്ച് പിസ്സ റെസിപ്പി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ ഇന്ത്യൻ ഷെഫ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിങ്ങൾ ഡൊമിനോസിൻ്റെ മെനുവിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പനീർ മക്കൻ പിസ്സ, കടായി പനീർ പിസ്സ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് ഡെലിവറിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ബട്ട് ഡൊമിനോസ് ഇന്ത്യയിൽ ഫുഡ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തത് 2005 അതെ, 2005. അപ്പോൾ ഹോം ഡെലിവറിയാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അതുപോലെ നമ്മളെപ്പോലെയുള്ള ഇന്ത്യൻസിന് അതൊരു ലക്ഷറിയും കൂടിയാണ്. ബിക്കോസ് വീട്ടിൽ പിസ്സ ഡെലിവറി ചെയ്യുന്നതൊക്കെ നമ്മൾ വെസ്റ്റേൺ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ അവർ ലോഞ്ച് ചെയ്തൊരു സ്ട്രാറ്റജിയാണ് 30 മിനിറ്റ്സ് ഡെലിവറി എന്നുള്ളത്. അപ്പം ഇതിൽ ഇവർ പ്രോമിസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 30 മിനിറ്റ്സിനുള്ളിൽ പിസ്സ ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു പിസ്സയ്ക്ക് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഫ്രീ ആയിട്ട് പിസ്സ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹെറാഫെറി എന്നുള്ള മൂവിയിൽ പരേഷ് റവാലിൻ്റെ ഒരു കോമഡി സീനുണ്ട്. അതായത് ഫ്രീ പിസ്സ കിട്ടാൻ വേണ്ടിയിട്ട് ഡെലിവറി ബോയ് ആയിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട്. അപ്പം കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു തവണ ഫ്രീ പിസ്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് നെക്സ്റ്റ് ടൈം ഡെലിവറി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ പിസ്സ കിട്ടും എന്നൊരു ഹോപ്പിൽ. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് കമ്പനിയുടെ സെയിൽസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവാൻ കാരണമായിട്ടുണ്ട്. ഇനി തേർഡ് ഫാക്ടർ പറഞ്ഞാൽ അഫോർഡബിലിറ്റി ആണ്. അതായത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുന്നേ പിസ്സ വാങ്ങുക എന്ന് പറഞ്ഞൊരു എക്സ്പെൻസീവ് പർച്ചേസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമിനോസ് ലോ റേഞ്ച് ബഡ്ജറ്റ് പിസ്സ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് എന്നുള്ളത് ഡൊമിനോസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിസ്സയുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 50 മുതൽ 60 രൂപയിലാണ്. അത് ഈവൻ 1000 രൂപ വരെയുള്ള പിസ്സാസ് നമുക്ക് ഡൊമിനോസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുക എന്നതായിരുന്നു അവരുടെ പേർപ്പസ്. അതുപോലെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് അതുപോലെ തന്നെ ഡീൽസ് ഒക്കെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അവർ പുതിയ ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ പിസ്സയുടെ പ്രൈസ് കൂട്ടാറില്ല. അപ്പോൾ അവർ ലോ കോസ്റ്റിലാണ് പിസ്സ കൊടുക്കുന്നത്. മാത്രമല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുള്ള ആൻസർ നമ്മൾ അടുത്ത പോയിന്റിൽ നമ്മൾ അതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫോർത്ത് വൺ, സ്മാർട്ട് കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ്. അപ്പോൾ ഡൊമിനോസ് എപ്പോഴും കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് എടുക്കാറുണ്ട്. അതായത് ബാക്കിയുള്ള നമ്മുടെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ KFC, മെക്ഡൊണാൾഡ്സ് ഒക്കെ പ്രൈം ലൊക്കേഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ബട്ട് ഡൊമിനോസിൻ്റെ റെസ്റ്റോറൻ്റ് ഒന്നും അങ്ങനെ പ്രൈം ലൊക്കേഷനിലായിരിക്കില്ല ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റോഴ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ മിനിമം എക്സ്പെൻഡിച്ചറിലായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇൻ സ്റ്റോർ സ്റ്റാഫ്സ് ഒന്നും ഒരുപാടുണ്ടാവില്ല. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഡൈനിങ് ഫീൽ കൊടുക്കുക എന്നുള്ളതല്ല, അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഹോം ഡെലിവറിയാണ്. അപ്പോൾ അവരുടെ വൺ ഓഫ് ദി ഫേമസ് ക്യാമ്പയിനാണ് ഹോം ഡെലിവറി ഓഫ് ഹാപ്പിനെസ് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രൈം ലൊക്കേഷനിൽ വലിയൊരു ഔട്ട്ലെറ്റ് പണിയുന്നതിലുപരി നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് കൂട്ടിയാലേ അവർക്ക് ഹോം ഡെലിവറി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഡൊമിനോസിൻ്റെ ഔട്ട്ലെറ്റ്സ് നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെലിവറിക്കാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് സ്റ്റാഫ് എക്സ്പെൻസ് സേവ് ചെയ്യാം, ഔട്ട്ലെറ്റിൽ ഇവർക്ക് സേവ് ചെയ്യാം, മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഒക്കെ ഇവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമിനോസിൻ്റെ ടോട്ടൽ ഡെലിവറി സെയിൽസിന് 97.7% ഓൺലൈൻ ഓർഡേഴ്സാണ്. ഇനി ഫിഫ്ത്ത് ഫാക്ടർ വരുന്നത് സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാവുന്നതാണ് ഡൊമിനോസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ട്.
അപ്പം ഡൊമിനോസ് തുടക്കത്തിൽ ഒരു ഓൺലൈൻ ഓർഡറിങ് അല്ലെങ്കിൽ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്പ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഡൊമിനോസ് മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ഓൺലൈൻ സെയിൽസ് ആപ്പൊക്കെ വരാൻ തുടങ്ങിയത് തന്നെ. അതുപോലെ തന്നെ ടിൽ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഡൊമിനോസ് ആപ്പിൻ്റെ ഡൗൺലോഡ് മോർ ദാൻ 50 മില്യൺ ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ഡെലിവറി പ്ലേയേഴ്സ് ഇപ്പോൾ ലൈക്ക് സൊമാറ്റോ, സ്വിഗ്ഗി ഇവരൊന്നുമായിട്ട് ഇവർക്ക് സെയിൽസിൻ്റെ കമ്മീഷൻ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പാൻഡമിക്കിൻ്റെ ടൈമിലൊക്കെ കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സീറോ കോണ്ടാക്ട് ഡെലിവറി കാർസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഡൊമിനോസ് ആണ്. അതുപോലെ തന്നെ അവരുടെ മെനുവിലും അവർ ഇന്നോവേഷൻസ് നടത്താറുണ്ട്. ലൈക്ക് ഇന്ത്യൻ ബേസ്ഡ് മെനു ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ പിസ്സ റെസിപ്പി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ അവരുടെ ആപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പിസ്സ ഓർഡറിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സ് ഒക്കെ അവർ കുറച്ചിട്ടുണ്ട്. അതായത് നേരത്തെ 5 സ്റ്റെപ്പ് യൂസ് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് 1 സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അധികം എഫേർട്ട് ഇല്ലാതെ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ സെയിൽസും ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഡൊമിനോസിൻ്റെ മെനുവിലൊക്കെ ഓരോ കാറ്റഗറിയിലും ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതൊരു നെഗറ്റീവ് സൈഡായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ബട്ട് ഒരുപാട് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതൊരു കൺഫ്യൂഷന് കാരണമാകും. ഇനി 6th ഫാക്ടർ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. അപ്പോൾ ഇപ്പം നിങ്ങൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ ഒരു ഗെറ്റ് ടുഗദർ വെക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ പിസ്സ ഡെലിവറി ചെയ്യാനാവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദാൻ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിലും. അപ്പോൾ ഡൊമിനോസിൻ്റെ മാർക്കറ്റിംഗ് ടീം നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതായത് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പിസ്സ എന്നും അതുപോലെ തന്നെ ഓർഡറിങ് പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഡൊമിനോസ് പിസ്സ ഓർഡർ ചെയ്യുക എന്നുള്ളതും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു റീസൺ കൊണ്ടൊക്കെ തന്നെ വേൾഡിലെ ലീഡിംഗ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ് ഡൊമിനോസ്. പിന്നെ പിസ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് ഡൊമിനോസ് പിസ്സ ആയതുകൊണ്ട്. അപ്പം ഇതുവരെയുള്ള സ്റ്റോറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കമ്പനി ഒരു ഗ്രോയിങ് ബിസിനസ്സാണ്. അതായത് സ്ട്രാറ്റജിക് ബിസിനസ് ടെക്നിക് അതുപോലെ തന്നെ ഇന്നോവേഷനോടെ വളരുന്നൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ മേജർ ഒബ്സ്റ്റക്കിൾസും ഒന്നുമില്ല. ബട്ട് ഇങ്ങനെയല്ല കാര്യം. ഡൊമിനോസിൻ്റെ മേജർ ഫ്രാഞ്ചൈസിയാണ് ജൂബിലന്റ് ഫുഡ്വർക്സ് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഷെയർ പ്രൈസ് ഒരു പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ വാല്യുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ലാസ്റ്റ് 1 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 24% ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതും പിന്നെ സ്ലോ ഇക്കണോമിക് കണ്ടീഷൻസ് കൊണ്ടൊക്കെ തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് കൂടി. അപ്പോൾ അത് ഡൊമിനോസിൻ്റെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാനൊരു റീസൺ ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 ക്വാർട്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂബിലന്റ് ഫുഡ്വർക്സിൻ്റെ EBIT DA മാർജിൻസും ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ COVID-19 ബിസിനസ്സിൻ്റെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യാൻ റീസൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് 7% വളർന്നിട്ടുള്ളൂ. അപ്പോൾ ജൂബിലന്റ് ഫുഡ്വർക്സിൻ്റെ ശ്രീലങ്കയിലുള്ള ബിസിനസ്സും വളരെ മോശമാണ്. ബിക്കോസ് അവിടുത്തെ മോശമായിട്ടുള്ള ഇക്കണോമിക് അതുപോലെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് കാരണം. ഇതിൻ്റെ കൂടെ ജൂബിലന്റ് CEO മിസ്റ്റർ പ്രാതിക് പോട്ട റിസൈൻ ചെയ്തും സ്റ്റോക്സ് അണ്ടർ പ്രഷറിലാവാൻ കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി മിസ്റ്റർ ഷമീർ കേദർപാലാണ് ജൂബിലന്റ് ഫുഡ്വർക്സിൻ്റെ പുതിയ CEO അതുപോലെ തന്നെ MD ആയിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് സ്പേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇപ്പം വിത്ത് മെക്ഡൊണാൾഡ്സ്, KFC, ബർഗർ കിങ്, പിസ്സ ഹട്ട്, സബ്വേ ഒക്കെ ആയിട്ട്. അപ്പോൾ ബാക്കി പ്ലേയേഴ്സൊക്കെ 10 മിനിറ്റ്സ് ഡെലിവറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സ് ഡെലിവറി മോഡലൊക്കെ അഫക്റ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഡൊമിനോസിന് ബാക്കിയുള്ള ഡെലിവറി ഫേംസ് ലൈക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ആയിട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കണമെന്നുണ്ട്. ഈവൻ ദോ മെജോറിറ്റി ഓർഡറും അവരുടെ ആപ്പിൽ തന്നെയാണ് വരുന്നത്. ബിക്കോസ് കമ്മീഷൻ വളരെ കൂടുതലാണ്. അപ്പം ജൂബിലൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു ഡെലിവറി ആപ്സൊക്കെ വീണ്ടും കമ്മീഷൻ കൂട്ടുകയാണെങ്കിൽ അവർ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മൂവ് അവേ ചെയ്യും എന്നുള്ളത്. ഇന്ന് നമ്മൾ ഡൊമിനോസ് പിസ്സേൻ്റെ ഒരു ഡീറ്റെയിൽ കേസ് സ്റ്റഡിയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അവർ വേൾഡ് വൈഡ് ലീഡിംഗ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ആയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്നത്തെ നമ്മുടെ ഡൊമിനോസിൻ്റെ കേസ് സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ ഡെയിലി നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.